الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين قال الله تعالى في قرآنه الكريم وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയാത്ത് ചെയ്യുന്നു. യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും മറ്റ് ഇബാദത്തുകളും യഥാവിധി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യ പകുതി നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബദർ യുദ്ധ ചരിത്രമാണ്. വിശ്വാസികളുടെ ഹൃദയത്തിൽ അത്രമേൽ സ്വാധീനം ചെലുത്തിയ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. റമദാൻ മാസം 17-നാണ് ഈ യുദ്ധം നടന്നത്. എല്ലാ വർഷവും
റമദാൻ മാസം 17-ന് മുസ്ലിങ്ങളായ നമ്മൾ ബദരീങ്ങളെ അനുസ്മരിക്കാറുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ബദരീങ്ങളെ അനുസ്മരിച്ചിരുന്നു. ഒരു സഹാബിയെ പ്രവാചകൻ കണ്ടാൽ പ്രവാചകൻ അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇദ്ദേഹം ഒരു ബദരിയാണ്. ബദരി എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. സഹാബിമാർ പരസ്പരം കാണുമ്പോൾ അറിയാത്തവർക്ക് പരിചയപ്പെടുത്തും, ഞാനൊരു ബദരിയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകമായ പദവി, ആദരവ് നൽകിയിരുന്നു. അവരുടെ ഭാഗത്ത് സംഭവിച്ച ചില തെറ്റുകൾക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബി എന്ന നിലയിൽ മാപ്പ് കൊടുത്തിരുന്നു. രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു വീഴ്ച ഒരു സഹാബിയിൽ സംഭവിച്ചു. അദ്ദേഹം ആ ഒരു തെറ്റ് ചെയ്തുവെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധ്യപ്പെട്ടു. കോടതിയിൽ ആ കേസെത്തി. രാജ്യദ്രോഹപരമായ ഏതാണ്ട് സാമ്യതയുള്ള ഒരു തെറ്റാണ്. പക്ഷേ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അദ്ദേഹം ഒരു ബദരിയാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ വിട്ടുവീഴ്ച ചെയ്ത് അദ്ദേഹത്തെ വെറുതെ വിട്ട ചരിത്രവും ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ബദറിന് ഇത്രയും സ്വാധീനമുണ്ടായത്? നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം എന്ന് കാണുവാൻ സാധിക്കും. രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം ആ യുദ്ധം അവസാനിച്ചു. അത്രമാത്രം ചെറിയ ഒരു യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അതിൽ പങ്കെടുത്തവരാകട്ടെ 1313 പേരാണ്, രണ്ട് ഭാഗത്തും കൂടിയിട്ട്. ഇസ്ലാമിക സൈന്യമാകട്ടെ 313, ശത്രു വിഭാഗമാകട്ടെ 1000. അതിലാകപ്പാടെ കൊല്ലപ്പെട്ടത് 84 പേരാണ്. 14 പേർ രക്തസാക്ഷികളായി, 70 പേർ കൊല്ലപ്പെട്ടു. ഇനി അതിൽ ബന്ദികളായി പിടിച്ചത് 70 പേരെയാണ്. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ ഈ യുദ്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ചരിത്രം നോക്കിയാൽ ഇത്രയും ചെറിയ ഒരു യുദ്ധം ലോകത്ത് വേറെ ഉണ്ടായിട്ടില്ല. ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ട ഒരു യുദ്ധം, വളരെ കുറച്ചു പേർ. ഇപ്പം ഗസ യുദ്ധത്തിൽ നമുക്കറിയാം അത് എത്രമാത്രം രൂക്ഷമായിരുന്നു, എത്രത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. മാസങ്ങളോളം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ബദർ യുദ്ധത്തിൽ 84 പേർ. പക്ഷെ എന്നിട്ടും ഈ യുദ്ധം വളരെ പ്രാധാന്യത്തോടെ മുസ്ലിം സമൂഹം അനുസ്മരിക്കുന്നു. ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെ ആദരവോടെ കാണുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഒന്നാമത്തെ കാരണം, വിശുദ്ധ ഖുർആനിൽ ഈ യുദ്ധത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യത്തോടെ അള്ളാഹു പറയുന്നു എന്നതാണ്. ഒരധ്യായം തന്നെ, സൂറത്ത് അൻഫാൽ
ആ അധ്യായത്തിൽ ബദർ യുദ്ധത്തെ നിരൂപണം ചെയ്തുകൊണ്ട് ധാരാളം ആയത്തുകൾ, ബദർ യുദ്ധത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ധാരാളം വചനങ്ങൾ നമുക്കത് വായിക്കാൻ സാധ്യമാണ്. അതുപോലെ തന്നെ ഈ യുദ്ധം നടന്ന ദിവസത്തിന് അള്ളാഹു ഒരു പേര് കൊടുത്തു, യൗമുൽ ഫുർഖാൻ. സാധാരണയായി ഫുർഖാൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിനെ വിശേഷിപ്പിക്കാനാണ് ഉപയോഗിക്കാറ്. ഖുർആൻ ഫുർഖാനാണ് എന്ന് പറയും. അതിൻ്റെ അർത്ഥം സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥം എന്നാണ്. പക്ഷെ അതേ പദപ്രയോഗം ബദർ യുദ്ധം നടന്ന ദിവസത്തിന് അള്ളാഹു കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താണ്? യൗമുൽ ഫുർഖാൻ. റമദാൻ 17 യൗമുൽ ഫുർഖാനാണ്. അതിൻ്റെ ആശയം സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസമാണ്. സത്യമേത് അസത്യമേത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ, മാനവ സമൂഹത്തെ പഠിപ്പിച്ച ദിവസമാണ് റമദാൻ മാസം 17. അതേപോലെ തന്നെ ഈ യുദ്ധം എന്തിനായിരുന്നു? സാധാരണ നമ്മൾ ഒരുപാട് യുദ്ധങ്ങളെ വായിക്കാറുണ്ട്. വെട്ടിപ്പിടിക്കാനും കൊല്ലാനും കൊല്ലിക്കാനും സമ്പത്ത് കൊള്ളയടിക്കാനും, അല്ലെങ്കിൽ വംശീയമായ ഒരുപാട് കാരണങ്ങൾ ഞങ്ങളുടെ വംശത്തിന് ആധിപത്യം ലഭിക്കാനും സാമ്രാജ്യത്വം വികസിപ്പിക്കാനും അധിനിവേശം നടത്താനും ഒക്കെയാണ് സാധാരണയായി യുദ്ധങ്ങൾ നടത്താറ്. പക്ഷേ ബദറിൽ എന്തിനാണ് ബദരീങ്ങൾ പോരാടിയത്? അള്ളാഹു തന്നെ സൂറത്ത് അൻഫാലിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാതില. സത്യത്തെ വിജയിപ്പിച്ചെടുക്കാൻ, സത്യത്തെ സത്യമായിട്ട് അവതരിപ്പിക്കാൻ, വയുബ്തിലൽ ബാതില, ബാത്തിൽ അസത്യം, അസത്യത്തെ അസത്യമായിട്ട് മാനവ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ചുരുക്കത്തിൽ സത്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടി മാനവ ചരിത്രത്തിൽ ആദ്യമായി നടന്ന യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അതിനുശേഷം ഇതേ ലക്ഷ്യത്തിന് വേണ്ടി വേറെയും യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ യുദ്ധം അധിനിവേശം നടത്താനല്ല, വെട്ടിപ്പിടിക്കാനല്ല, ആധിപത്യം സ്ഥാപിക്കാനല്ല, സത്യത്തെ സത്യമായിട്ട് മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു യുദ്ധം നടന്നത്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ട് ഈ യുദ്ധം വിജയിച്ചു എന്നതാണ്. സാധാരണയായി നമ്മളൊക്കെ പറയാറുണ്ട്, ശക്തിയുള്ളവനും ശക്തിയില്ലാത്തവനും ഏറ്റുമുട്ടിയാൽ പ്രകൃതിപരമായി നമ്മുടെ ലോജിക്ക് അനുസരിച്ച് ആരാണ് ജയിക്കുക? ശക്തിയുള്ളവനാണ് ജയിക്കുക. ശക്തിയുള്ള ഒരു സമൂഹവും ശക്തി കുറഞ്ഞ ഒരു സമൂഹവും ഏറ്റുമുട്ടിയാൽ ശക്തിയുള്ള സമൂഹമാണ് വിജയിക്കുക. ഇവിടെ 313 പേര്. ഈ 313 പേർക്ക് വേണ്ടത്ര ആയുധങ്ങളില്ല. ആകപ്പാടെ 2 കുതിരയുണ്ട്. 3 ആളുകൾ ഊഴമിട്ടാണ് ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നത്. മദീനയിൽ നിന്ന് ബദറിലേക്കുള്ള പ്രവാചകന്റെ യാത്രയുണ്ട്. 80 ചിലാനും കിലോമീറ്റർ ദൂരമുണ്ട് മദീനയിൽ നിന്ന് ബദറിലേക്ക്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കാൽനടയായി. ആകപ്പാടെ കുറച്ച് ഒട്ടകങ്ങളെയുള്ളൂ. ഊഴമിട്ട് അലി റളിയല്ലാഹു അൻഹു ആദ്യം ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കും. കുറച്ച് കഴിയുമ്പോൾ റസൂല് ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കും, അലി താഴെ ഇറങ്ങും. വീണ്ടും അലി. അങ്ങനെ ഊഴമിട്ട് 2 പേർക്ക് ഒരൊട്ടകം, ചിലപ്പോൾ 3 പേർക്ക് ഒരൊട്ടകം. ഊഴമിട്ട് അവർ സഞ്ചരിച്ചു. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടത്ര ഒട്ടകമില്ല. വാളും പരിചയും പടച്ചട്ടയും വേണ്ടത്ര ഇല്ല. അതും ഉള്ളതാകട്ടെ അത്രയും നല്ലതല്ല, യുദ്ധത്തിന് പറ്റിയതല്ല. വളരെ ദുർബലമായ അവസ്ഥയാണ് ഇസ്ലാമിക സമൂഹത്തിന് അന്ന് ഉണ്ടായിരുന്നത്. ഞാനിവിടെ ഓതി വച്ച ആയത്ത്
അതിലേക്ക് വെളിച്ചം വീശുന്നു. വലഖദ് നസറകുമുല്ലാഹ്, തീർച്ചയായും അള്ളാഹു നിങ്ങളെ സഹായിച്ചു. ബി ബദരിൻ, ബദറിൽ. വഅൻതും അദില്ല, നിങ്ങളാകട്ടെ ദുർബലർ. അതില്ല, വളരെ വളരെ ദുർബലരായിരുന്നു. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു. ഇവിടെ അള്ളാഹുവിൻ്റെ സഹായം ഇവർക്ക് ലഭിക്കാനുള്ള കാരണങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി അത് പറയുന്നു. ഒന്നാമത്തെ കാരണം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യമായിരുന്നു. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായിട്ടില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവ്, ആ നേതാവിൻ്റെ കീഴിൽ ഐക്യപ്പെട്ട് ഒരേ മനസ്സോടെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റൊന്നിനും തടസ്സമായിട്ടില്ല. ഒരേ മനസ്സോടെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് വിധേയപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവാചകന്റെ പുറകിൽ അവർ അണിനിരന്നു. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഇപ്രകാരമുണ്ട്: നിങ്ങൾ ഒരിക്കലും ഛിദ്രത അഥവാ അനൈക്യം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഫതദ്ഹബ റീഹുകും, നിങ്ങളുടെ കാറ്റ് പോകും. അള്ളാഹ് ഉപയോഗിച്ച പദപ്രയോഗം അതാണ്. ഛിദ്രത, അനൈക്യം ഉണ്ടായാൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ അനൈക്യത്തിലേക്ക് നയിച്ചാൽ നിങ്ങളുടെ കാറ്റ് പോകും. നിങ്ങൾ ആകപ്പാടെ ഊതിയാൽ പറക്കുന്ന ഒരു സംഘമായിട്ട് മാറും. പക്ഷെ ഇവിടെ സഹാബെ കിറാം, ബദരീങ്ങൾ കാണിച്ച ആ ഒരു കെട്ടുറപ്പ്, ഐക്യം നമുക്ക് മാതൃകയാണ്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, അവർ പ്രകടിപ്പിച്ച സമർപ്പണം, അവർ കാഴ്ചവച്ച ത്യാഗം നമുക്ക് മാതൃകയില്ല. കാണുവാൻ കഴിയാത്ത, നമ്മുടെ മനസ്സുകളെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മെ വല്ലാതെ വിസ്മയിപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് ബദരീങ്ങൾ കാഴ്ചവെച്ചത്. റമളാൻ മാസമാണ്, നോമ്പുണ്ട്. നോമ്പെടുത്തുകൊണ്ടാണ് ഒട്ടുമിക്ക സഹാബിമാരും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടത്. ശക്തമായ ചൂടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് നിങ്ങൾ മുറിച്ചുകൊള്ളുക, നിർബന്ധമില്ല. ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നോമ്പ് മുറിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സഹാബിമാർ മുഖത്തോട് മുഖം നോക്കുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് മുറിക്കുക? ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല. നോമ്പ് മുറിച്ചാൽ തന്നെ കഴിക്കാനുള്ള ആഹാരമില്ല. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ നോമ്പ് മുറിക്കുക? ചില സഹാബിമാരൊക്കെ കുഴഞ്ഞു വീണിട്ടുണ്ട്. ചൂട് സഹിക്കവയ്യാതെ, വിശപ്പ് സഹിക്കവയ്യാതെ കുഴഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും സധൈര്യം ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അവർ എഴുന്നേറ്റ് നിന്നു. അവർ പ്രകടിപ്പിച്ച ആത്മീയമായ കരുത്ത്, അവർ പ്രകടിപ്പിച്ച ആ സമർപ്പണം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും, അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കെന്തുമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും പ്രിയപ്പെട്ടതല്ല. ഒന്നാമതായി അള്ളാഹു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, യഥാർത്ഥ വിശ്വാസികൾ കഠിനമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ മാത്രം സ്നേഹിക്കുന്നു. അതേപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നു. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കെന്തുമുള്ളൂ. ബദർ യുദ്ധത്തിന് മുമ്പ് ഹിജ്റ എന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. പലായനം. മക്കയിൽ നിന്ന് നിക്കക്കള്ളിയില്ലാതെ മദീനയിലേക്ക് അവർ പലായനം ചെയ്തു. പലായനം ചെയ്തിട്ട് 2 വർഷം ആകുന്നതേയുള്ളൂ. ഈ പലായനം എങ്ങനെയായിരുന്നു? മക്കയിൽ നിന്ന് സഹാബിമാരെ മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ അബൂജഹലും കൂട്ടരും അവരുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ആജീവനാന്തം സമ്പാദിച്ച, ചോര നീരാക്കി പണിയെടുത്ത് സമ്പാദിച്ച ഈ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ടേച്ചു പോകണം. ഇത് മക്കയിൽ നിന്ന് സമ്പാദിച്ചതാണ്. ഒരു നയാ പൈസ പോലും മദീനയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും കാലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം. സുഹൈബ് റളിയല്ലാഹു അൻഹു, ഈ സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെടാൻ വേണ്ടി തൻ്റെ സമ്പാദ്യം ഇങ്ങനെ ഒട്ടകത്തിൻ്റെ പുറത്ത് കെട്ടിവെക്കുമ്പോൾ അബൂജഹലാണ് വന്നിട്ട് പറഞ്ഞത്, അല്ലയോ സുഹൈബേ, ഈ സമ്പാദ്യം നീ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? ഈ മക്കയിൽ നിന്നാണ്. നീ മദീനയിലേക്ക് പോകുമ്പോൾ ഈ സമ്പാദ്യം കൊണ്ടുപോകാൻ പാടില്ല.
ആ സന്ദർഭത്തിൽ സുഹൈബ് കൊടുത്ത മറുപടി, എനിക്ക് അള്ളാഹു മതി, അവൻ്റെ ദൂതൻ മതി, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, കയ്യിലൊന്നുമില്ലാതെ വെറും കയ്യോടെ മദീനയിലേക്ക് വന്നവരാണ് സഹാബിമാർ. അവർ ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോഴും ഇവരുടെ സാഹചര്യം ഇതാ, ഒന്നുമില്ല, സമ്പത്തില്ല. അതുകൊണ്ടാണ് നല്ല വാളില്ലാത്തത്, അതുകൊണ്ടാണ് നല്ല പരിചയമില്ലാത്തത്, അതുകൊണ്ടാണ് ഏറ്റവും മുന്തിയ വാഹനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റാതെ പോയത്. പക്ഷേ മക്കയിൽ അവർ സമ്പന്നരായിരുന്നു, അവർക്കെല്ലാം ഉണ്ടായിരുന്നു. പാരമ്പര്യമായിട്ടും മാമൂലായിട്ടും അവർക്ക് സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്തെല്ലാം ഇട്ടേച്ചാണ് അവർ മദീനയിലേക്ക് വന്നത്. ഒന്ന് ആലോചിച്ചു നോക്കുക. ആ പലായനത്തിൽ അവർ പ്രകടിപ്പിച്ച ഈമാൻ, അവർ പ്രകടിപ്പിച്ച ത്യാഗം, അവർ പ്രകടിപ്പിച്ച സമർപ്പണം. എന്നിട്ട് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് മക്ക മദീനയെ ആക്രമിക്കാൻ പോകുന്നു, ഇസ്ലാമിനെ വേരോടെ പിഴുതെറിയാൻ പോകുന്നു. അബൂജഹൽ പ്രഖ്യാപിച്ചു, ഇനി നാളെ നേരം വെളുക്കുമ്പോൾ ഇസ്ലാം ഇല്ല, കടപുഴകി വീഴും, വേരോടെ പിഴുതെറിയും. ഇനി ലോകത്ത് ഏകനായ പടച്ചവന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരൊറ്റ മുസ്ലിം ഉണ്ടാവുകയില്ല. അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാ സമ്പത്തുമായി ആഘോഷപൂർവം ആഹ്ലാദത്തോടെ മദ്യലഹരിയിൽ നൃത്തം ചവിട്ടി പാട്ടുപാടി ആയിരക്കണക്കിന് പട്ടാളക്കാർ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പുറപ്പെടുകയാണ്. മദീന ലക്ഷ്യമാക്കി ബദറിലേക്ക് പുറപ്പെടുന്ന അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിന്റെ പ്രത്യേകത അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആർഭാടപൂർവം അവർ പുറപ്പെടുന്നു. അപ്പൊ ഈ ഒരു ത്യാഗം മുസ്ലിം സമുദായം ഇതിനെ പ്രതിരോധിച്ചേ പറ്റൂ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന്റെ അഥവാ 17ാം രാവിന്റെ അന്ന് രാത്രി അദ്ദേഹത്തിന്റെ ടെന്റിൽ പ്രവാചകരെ കാണുന്നില്ല. സഹാബിമാർ അന്വേഷിക്കുന്നു. ആത്മമിത്രമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ റസൂല് സുജൂദിലാണ്, റസൂല് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, ഇതൊരു കൊച്ചു സംഘമാണ്, ഇതൊരു ചെറിയ സംഘമാണ്. ഈ ചെറിയ സംഘത്തെ എങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഈ ഭൂമിയിൽ പിന്നെ ആരും തന്നെ ഉണ്ടാവുകയില്ല, ആരുമില്ല. ഈ ഒരു ചെറിയ സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ ഈ ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ആരും ഉണ്ടാവുകയില്ല. നിന്റെ അടിമ സഹായം ചോദിക്കുന്നു. നിന്റെ അടിമയെ സഹായിക്കേണ്ട പ്രത്യേകമായ സന്ദർഭമാണിത്. നിന്റെ അടിമ സഹായം തേടുന്നു. നിന്റെ അടിമയ്ക്ക് നീ നൽകിയ വാഗ്ദാനം നീ പാലിക്കേണ്ട സമയമാണ്. സുജൂദിൽ കിടക്കുന്നു. റസൂലിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്, കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിയിരിക്കുന്നു, റസൂലിന്റെ പ്രാർത്ഥന ശ്രവിക്കുന്നു. തൊണ്ട ഇടറി, കണ്ടമിടറി, ഇടയ്ക്ക് നെടുവീർപ്പിട്ട് റസൂല് പ്രാർത്ഥിക്കുന്നു മുസ്ലിം സമുദായത്തിന് വേണ്ടി, ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. അവസാനം റസൂല് പ്രാർത്ഥിച്ച് അവശനായപ്പോ അബൂബക്കർ വന്നിട്ട് ആ ചുമലിൽ തട്ടിയിട്ട് പറഞ്ഞു, മതി റസൂലേ, അള്ളാഹു നമ്മെ സഹായിക്കും, പ്രതീക്ഷ കൈവെടിയേണ്ടതില്ല. ബദരീങ്ങൾ പോരാടിയില്ലായിരുന്നെങ്കിൽ, ബദരീങ്ങൾ എങ്ങാനും മടിച്ചു നിന്നിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും മുസ്ലിങ്ങളായി ഇന്നിവിടെ ഈ പള്ളിയിൽ വരുമായിരുന്നോ? ലോകത്ത് ഇസ്ലാം ഉണ്ടാകുമായിരുന്നോ? ഈ പള്ളി ഉണ്ടാകുമായിരുന്നോ? ഞാൻ ഈ മിമ്പറിൽ നിന്ന് ഖുതുബ നിർവഹിക്കുമായിരുന്നോ? ബദരീങ്ങൾ പോരാടിയത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് നമ്മളൊക്കെ അന്തസ്സോടെ അഭിമാനത്തോടെ മുസ്ലിങ്ങളായിട്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അവരുടെ ആ പോരാട്ടത്തെ, ആ സന്ദർഭത്തിൽ, ആ പ്രത്യേകമായ ഘട്ടത്തിൽ ഞാനില്ല, ആയുധമില്ല, എനിക്കെന്റെ കച്ചവടം, എനിക്കെന്റെ സമ്പത്ത്, എനിക്കെന്റെ കാര്യം, അള്ളാഹുവിനും അവന്റെ റസൂലിനും പ്രത്യേകമായ സ്ഥാനവും പദവിയും കൽപ്പിക്കേണ്ട നിർണായകമായ ആ ഒരു സന്ദർഭത്തിൽ അവരെങ്ങാനും മടിച്ചു നിന്നിരുന്നുവെങ്കിൽ, റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇവിടെ മുസ്ലിങ്ങളായിട്ടിരിക്കുമായിരുന്നില്ല. നമ്മൾ വേറെ ഏതെങ്കിലും മതത്തിൽ, വേറെ ഏതെങ്കിലും ആചാരങ്ങളിൽ, ലോകത്ത് ഇസ്ലാം എന്ന ഈ മതം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. പ്രവാചകന്റെ പ്രാർത്ഥന അതായിരുന്നല്ലോ. റസൂല് പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? നീ സഹായിച്ചില്ലെങ്കിൽ നിന്നെ ഇബാദത്ത് ചെയ്യാൻ ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. ഇതേപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം ചരിത്രമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം നിർണായകമായ ഒരു വേളയിൽ തൻ്റെ സഹാബിമാരെ വിളിക്കുകയാണ്. ഫലസ്തീൻ, അവിടേക്ക് പ്രവേശിക്കണം,
അവിടേക്ക് പ്രവേശിക്കണം, ആ രാജ്യത്തേക്ക് കടക്കണം. ഇതേപോലത്തെ ഒരു ബദർ ആ കാലഘട്ടത്തിൽ. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവരെ വിളിച്ചു, നമുക്ക് യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യാതെ നമുക്ക് നിലനിൽപ്പില്ല, സ്വാതന്ത്ര്യമില്ല, നമുക്ക് ഫലസ്തീൻ അവിടേക്ക് പ്രവേശിക്കണം. ഈ സന്ദർഭത്തിൽ മൂസാ നബിയുടെ അനുയായികൾ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരവെന്തായിരുന്നു? അൻതും അൻത വ റബ്ബുക ഫഖാതില. അല്ലയോ മൂസ, നീ പോയിട്ട് യുദ്ധം ചെയ്യൂ, നിന്റെ റബ്ബും യുദ്ധം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും കഴിയില്ല, ഞങ്ങൾക്ക് ഈ വിപ്ലവത്തിന് സാധ്യമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നീ പോവുക, നിന്റെ റബ്ബും പോവുക, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. ആ ഉത്തരത്തിന് മറുപടിയായിട്ട് അവർക്ക് ലഭിച്ച ശിക്ഷ എന്തായിരുന്നു? കൊല്ലങ്ങളോളം അടിമകളാക്കപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് മരുഭൂമിയിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബദർ അതായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ മക്കക്കാര് വരുന്നു, അബൂജഹൽ വരുന്നു. വരുന്ന വേളയിൽ തൻ്റെ സഹാബികളുമായിട്ട് കൂടിയാലോചിക്കുകയാണ്. അവിടെ മുഹാജിരീങ്ങളുണ്ട്, അൻസാറുകളുണ്ട്. അല്ലയോ അൻസാറുകളെ, അല്ലയോ മുഹാജിരീങ്ങളെ, പലായനം ചെയ്തു വന്നവരാണ് മുഹാജിറുകൾ. പലായനം ചെയ്തു വന്നവരെ സഹായിച്ച് സംരക്ഷിച്ച് നിലനിർത്തിയവരാണ് അൻസാറുകൾ. രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തി. എന്നിട്ട് ചോദിക്കുന്നു, ഇതാ വരുന്നു ആ സംഘം, നമ്മെ വേരോടെ പിഴുതെറിയാൻ വേണ്ടി വരികയാണ്. ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് തീരുമാനമാണ് എടുക്കേണ്ടത്? ആ സന്ദർഭത്തിൽ മുഹാജിരീങ്ങളും അൻസാറുകളും ഒറ്റക്കെട്ടായി പറഞ്ഞു, റസൂലേ, താങ്കൾ തീരുമാനമെടുക്കുക. കടലിലേക്ക് ചാടാൻ പറഞ്ഞാലും ഞങ്ങൾ അതിന് തയ്യാറാണ്, ഞങ്ങൾ റെഡിയാണ്. റസൂൽ എന്തു പറഞ്ഞാലും ഞങ്ങൾ അതിന് സന്നദ്ധരാണ്. ഈ സന്നദ്ധത, ഈ ഒരു മനസ്സ്, ത്യാഗത്തിന്റെ ഈ മനസ്സാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ വിജയത്തിലേക്ക് അവരെ എത്തിച്ചതും. ആ സമർപ്പണം അവർ കാണിച്ചപ്പോഴാണ് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ആ ബദറിൽ അല്ലാഹ് അവരെ സഹായിച്ചതും. അവർ അലസരായില്ല, അവർ മടിപിടിച്ചില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കാൻ കടപ്പെട്ടത്. അപ്പോൾ ഈ ത്യാഗ മനസ്സാണ് ബദരീങ്ങൾ പ്രകടിപ്പിച്ചത്, സമർപ്പണത്തിന്റെ മനസ്സാണ്. നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമ്മളുടെ പ്രതികരണം ഏത് രൂപത്തിലാണ്? സുബഹിക്ക് നമുക്ക് പള്ളിയിലൊക്കെ എത്താൻ പ്രയാസമാണ്, നമുക്ക് ഒരുപാട് ന്യായങ്ങളുണ്ട്, നമസ്കാരത്തിന് പ്രയാസം, വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയാസം. ത്യാഗ മനസ്സില്ല. ഈ ത്യാഗ മനസ്സില്ലാത്ത നമ്മെ അള്ളാഹു എങ്ങനെയാണ് സഹായിക്കുക? ത്യാഗസന്നദ്ധരല്ല. ഇബാദത്തിൽ പോലും, ആരാധനകളിൽ പോലും നമുക്കൊരു ത്യാഗ മനസ്സില്ല. നമുക്ക് ശാരീരിക വേദനകൾ, മറ്റു പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, മറ്റൊരുപാട് കുടുംബ പ്രശ്നങ്ങൾ, ഇതിൽ കെട്ടുപിണഞ്ഞ് നമ്മുടെ ജീവിതം കിടക്കുമ്പോൾ പടച്ചവൻ നമ്മെ എങ്ങനെയാണ് സഹായിക്കുക എന്നത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ബദറിൽ സഹാബിമാരെ അഥവാ ബദരീങ്ങൾ പ്രകടിപ്പിച്ച മറ്റൊരു വിപ്ലവകരമായ, നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? മരണഭയം അവർക്കുണ്ടായിട്ടില്ല. അവർ മരിക്കാൻ കൊതിച്ചു, അവർ മരിക്കാൻ പേടിച്ചില്ല. അവർക്കറിയാം, നാളെ ഞങ്ങൾ പുറപ്പെടുന്നത് യുദ്ധത്തിന് വേണ്ടിയാണ്. ഈ വരുന്ന സംഘം, അബൂജഹലും സംഘവും, അവരെ കൃത്യമായിട്ട് മുഹാജിറുകൾക്കറിയാം. കാരണം മക്കയിൽ അവരുടെ സഹോദരങ്ങളായിരുന്നു, മക്കയിൽ അവരുടെ സഹപ്രവർത്തകരായിരുന്നു, മക്കയിൽ അവരുടെ സഹപാഠികളോ കൂട്ടുകാരോ ആയിരുന്നു. ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിലാണ് ശത്രുക്കളായിട്ട് മാറിയത്. അപ്പൊ എത്രത്തോളം കരുത്തുണ്ട്, എത്രത്തോളം അവർക്ക് ശക്തിയുണ്ട് എന്ന് മുഹാജിറുകൾക്ക് നല്ല പോലെ അറിയാം. മാത്രമല്ല, എല്ലാ സാങ്കേതിക തികവുമുള്ള ഒന്നാം തരം സൈന്യം, ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല സാങ്കേതിക തികവുള്ള ഒന്നാം തരം സൈന്യം, തിന്നാനും കുടിക്കാനും ഇഷ്ടം പോലെ വിഭവങ്ങൾ, അങ്ങനെ ആർത്ത് ഉല്ലസിച്ച് അട്ടഹസിച്ച് അവർ വരുന്നു. തീർച്ചയായും ഇവർക്കറിയാം, നാളെ ഏറ്റുമുട്ടുമ്പോൾ ശക്തിയുള്ളവനും ശക്തിയില്ലാത്തവരുമാണ് ഏറ്റുമുട്ടുന്നത്. മരണം ഉറപ്പാണ്. പക്ഷേ അവരിങ്ങനെ മരിക്കാൻ കൊതിക്കുകയാണ്, മരണത്തെ അവർ സ്വപ്നം കാണുകയാണ്. റമദാൻ 17-ന്റെ ആ രാത്രി അഥവാ 17-ാം രാവിന്റെ അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചാരനെ അയക്കുകയാണ്. ഈ ശത്രുക്കളുടെ ആ ടെന്റ്, അവരുടെ ആ സ്ഥലം ഒന്ന് അവരറിയാതെ പോയി പരിശോധിക്കണം. എത്രത്തോളം ശക്തരാണ് അവര്, യുദ്ധതന്ത്രം
എന്ന നിലയിൽ റസൂൽ ഒരു ചാരനെ അയക്കുന്നു. ആ ചാരൻ അവിടെ ചെല്ലുന്നു, രഹസ്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്നു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയുന്നു, റസൂലെ, തീറ്റയും കുടിയുമാണ്. അവര് വീമ്പ് പറയുകയാണ്, അഹങ്കാരം പറയുകയാണ്. നാളെ ഈ മണ്ണിൽ മുഹമ്മദില്ല, നാളെ ഈ മണ്ണിൽ അബൂബക്കറില്ല, നാളെ ഈ മണ്ണിൽ ഉമറില്ലാത്ത ഒരു ലോകം, മുഹമ്മദില്ലാത്ത ഒരു ലോകം അവർ സ്വപ്നം കാണുകയാണ്. അവര് തീറ്റയിലും കുടിയിലുമാണ്, അഹങ്കാരത്തിലാണ്, വിജയം ഉറപ്പിച്ച മട്ടാണ്. ഇതേപോലെ തന്നെ അബൂജഹലും ഒരു ചാരനെ അയച്ചു റസൂലിന്റെ സംഘത്തിൽ. അവരെന്തൊക്കെ തന്ത്രങ്ങളാണ് മെനയുന്നത് എന്നാരായാൻ വേണ്ടി ഈ അബൂജഹലും ഒരു ചാരനെ അയക്കുന്നുണ്ട്. ഈ ചാരൻ വന്നിട്ട് ആ പ്രവാചകരുടെ ആ സംഘത്തെ അവിടെ വന്ന് പ്രവാചകരോ അവരറിയാതെ വീക്ഷിക്കുന്നുണ്ട്. തിരിച്ചു പോയിട്ട് പറയുന്നു, അവരെന്തൊക്കെയോ പുതിയ പുതിയ അഭ്യാസങ്ങൾ പഠിക്കുകയാണ്. കുറേ പേര് നിൽക്കുന്നു, കുറേ പേര് ഇരിക്കുന്നു, കുറേ പേര് കമഴ്ന്നു കിടക്കുന്നു, കുറേ പേര് മുട്ടുകുത്തിയിരിക്കുന്നു. എന്തോ യുദ്ധത്തിന്റെ തന്ത്രമെന്ന നിലയിൽ പുതിയ പുതിയ അഭ്യാസങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് പ്രാർത്ഥനയിലാണ്. ശരിക്കും എന്താണ് സംഭവിച്ചത്? സഹാബിമാർ ബദരീങ്ങൾ ഇബാദത്തിലായിരുന്നു, അവർ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് പുതിയ ഒരു അഭ്യാസം അവർ പഠിക്കുന്നു എന്ന അർത്ഥത്തിൽ ഈ അബൂജഹലിന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു വിവരം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമസ്കാരത്തിലാണ്. 17 രാവിനെ നമ്മൾ എങ്ങനെയാണ് കൊണ്ടാടേണ്ടത്? തിന്നും കുടിച്ചുമാണോ? അട്ടഹസിച്ചാണോ? അല്ല, ഇബാദത്തിലാണോ? പ്രവാചകന്റെ മാതൃക എന്താ? റസൂൽ ആ ദിവസത്തെ റസൂൽ ഹയാത്താക്കിയത് എങ്ങനെയാണ്? റസൂല് പ്രാർത്ഥനയിലാണ്, ഇബാദത്തിലാണ്, തേങ്ങിക്കരയുകയാണ്. കാരണം നാളെ നടക്കാൻ പോകുന്നത് വലിയ ഒരു സംഭവമാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുമോ എന്നറിയില്ല. അങ്ങനെ ഉള്ള ഒരു വലിയ സംഭവം നാളെ നടക്കാൻ പോകുന്നു. അതിനെക്കുറിച്ചുള്ള വെപ്രാളത്തിൽ റസൂലും സഹാബിമാരും ആകപ്പാടെ ആശങ്കയിലാണ്. പ്രാർത്ഥനയല്ലാതെ ഒരായുധമില്ല, അള്ളാഹുവിന്റെ സഹായമല്ലാതെ മറ്റു രക്ഷയില്ല. ആ അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുന്നു അവർ. അപ്പോ ബദരീങ്ങളും അബൂജഹലിന്റെ സംഘവും തമ്മിലുള്ള ആ വ്യത്യാസം നമുക്കവിടെ വായിച്ചെടുക്കാൻ കഴിയും. മരണത്തെ ഒട്ടും പേടിക്കാതെ തൻ്റെ നേരെ വാള് വരുമ്പോൾ ആർക്കെങ്കിലും കവിത വിരിയുമോ? എപ്പോഴാണ് കവിത വിരിയുക? ഒരു കവിക്ക് കവിത വിരിയുന്നത് സ്വകാര്യതയിലാണ്, ഏകാന്തതയിലാണ്. അവൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഏകാന്തതയിൽ കവിത എഴുതും. പക്ഷേ ഈ പറയുന്ന രണാങ്കണത്തിൽ, പോരാട്ട വീതിയിൽ കവിത വിരിയുന്ന സയ്യിദുന ഖുബൈബ് ഇബ്നു അദിയ് റളിയല്ലാഹു അൻഹു തൻ്റെ നേരെ തന്നെ വെട്ടുവാൻ വേണ്ടി വാള് വരുമ്പോ അദ്ദേഹം ഇങ്ങനെ പാടിയെന്നാണ്, ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമൻ അലാ അയ്യി ജൻബിൻ കാന ഫില്ലാഹി മസ്റഈ. ആ സമയത്ത് കവിത വിരിയുക. ആ കവിതയുടെ ഈ പാടിയതിന്റെ അർത്ഥം എന്താ? ഫലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ, ഒരു മുസ്ലിമായിട്ട് മരിക്കുവാൻ, ആ ഒരു മരണത്തെയാണ് ഞാൻ ഏറ്റവും അധികം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അലാ അയ്യി ജൻബിൻ കാന ഫില്ലാഹി മസ്റഈ, നീ എന്നെ വെട്ടിനുറുക്കിയാലും എൻ്റെ ശരീരത്തെ നീ കഷ്ണമാക്കിയാലും ആ ഓരോ മാംസ കഷ്ണങ്ങളെ എൻ്റെ റബ്ബ് അനുഗ്രഹിച്ചാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹം എനിക്ക് മറ്റെന്താ? നർതദിൽ മൗതാ വനഅബ അന്നഹൂൻ ഫീ സബീലില്ലാഹി മാ അഹ്ലൽ മനൂൻ. അപമാന ഭാരത്തോടെ ജീവിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നർതദിൽ മൗതാ, ഞങ്ങൾ മരണത്തെ തൃപ്തിപ്പെടുന്നു, ഞങ്ങൾ മരണത്തെ കൊതിക്കുന്നു. ഫീ സബീലില്ലാ, പടച്ചവന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടിയോ കൊള്ളയടിക്കാൻ വേണ്ടിയോ അല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ മരണത്തെ കൊതിക്കുന്നു. അങ്ങനെയുള്ള ഒരു മരണത്തെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കവികളൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. രണാങ്കണത്തിൽ 13 പേരാണ് രക്തസാക്ഷികളായത്. ഒരു സഹാബിക്ക് പരിക്ക് പറ്റി. ഹാരിസ് ഇബ്നു അബി അബ്ദിൽ എന്ന് പറയുന്ന ഒരു സഹാബിക്കാണ്, ബദരീയനാണ് പരിക്ക് പറ്റിയത്. ബാക്കി 13 പേരും വെട്ടേറ്റ് ബദറിൽ തന്നെ രക്തസാക്ഷിയായി വീണു. ഈ പരിക്ക് പറ്റിയ സഹാബിയെ താങ്ങിയെടുത്ത് റസൂൽ ഇരിക്കുന്ന ടെന്റിലേക്ക് കൊണ്ടുവരികയാണ്. റസൂലിന്റെ മടിയിൽ അദ്ദേഹം തലവച്ച് കിടക്കുന്നു. റസൂൽ ഇങ്ങനെ ആ മുഖത്ത് പറ്റിയ മണലും ചെളിയുമൊക്കെ മാറ്റി അദ്ദേഹത്തെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മുടിയിലൂടെ ഇങ്ങനെ തലോടുന്നുണ്ട്. രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ് ബാക്കിയുള്ളവർ. ആ സന്ദർഭത്തിൽ ഹൃദയം പൊട്ടി അദ്ദേഹം റസൂലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റസൂലേ, ഞാൻ രക്തസാക്ഷിയല്ലേ?
കാരണം 13 പേരവിടെ രക്തസാക്ഷിയായി വീണിരിക്കുന്നു. ഞാൻ താങ്കളുടെ മടിയിലാണ്. എനിക്ക് ആ രണഭൂമിയിൽ രക്തസാക്ഷിയാകാൻ പറ്റിയില്ല. എനിക്ക് രക്തസാക്ഷിത്വം കിട്ടില്ലേ റസൂലേ? പൊട്ടിക്കരയുന്ന, വിഷമിച്ചുകൊണ്ട് പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് രക്തസാക്ഷിത്വം കൊതിക്കുന്ന മനസ്സുമായി അദ്ദേഹം ചോദിക്കുകയാണ്, റസൂലേ എനിക്ക് രക്തസാക്ഷിത്വം കിട്ടില്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ കൊടുത്ത മറുപടി, അതിയെ താങ്കളും രക്തസാക്ഷിയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക്, മദീനത്തേക്ക് പോകുന്ന വഴിക്ക്, ആ വഴിയോരത്ത് വച്ചാണ്, പോകുന്ന വഴിക്കാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. അവിടെ തന്നെ അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു. ബദറിൽ 13 പേര് കിടപ്പുണ്ട്. പോകുന്ന വഴിക്ക് മദീനയോട് അടുത്ത് ഒരാൾ കിടപ്പുണ്ട്. ഈ 14 പേരാണ് ഇന്ന് ഇസ്ലാമിനെ നിലനിർത്തിയത്, ഇന്ന് അള്ളാഹുവിന്റെ ദീനിനെ നിലനിർത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊക്കെ തല ഉയർത്തിപ്പിടിച്ച അഭിമാനത്തോടെ മുസ്ലിമായി നടക്കുന്നുണ്ടെങ്കിൽ ഈ 14 പേരുടെ പോരാട്ട വീര്യമാണ്, ത്യാഗമാണ്, സമർപ്പണമാണ്, മരണത്തെ ഭയപ്പെടാത്ത മനസ്സാണ്. ഇനി നമ്മളിലേക്ക് വരിക. നമ്മൾ എങ്ങനെയാണ് ബദരീങ്ങളെ അനുസ്മരിക്കേണ്ടത്? ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ബദരീങ്ങൾ എല്ലാം സമർപ്പിച്ചല്ലോ, അള്ളാഹ്ക്കെല്ലാം കൊടുത്തു, അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്കൊന്നും ദുനിയാവ് അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ബദർ യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളെ ഒന്ന് സൂക്ഷ്മതയോടെ ഒന്ന് പരിശോധിക്കുക. പിന്നെ അവർക്ക് എല്ലാം ഉണ്ടായി തീർന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ജീവിത വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. പിന്നെ ബദരീങ്ങൾക്ക് എല്ലാം ലഭിച്ചു, സമ്പത്ത് കിട്ടി, അവർക്ക് മാത്രമല്ല ആദരവ് കിട്ടി, ബഹുമാനം കിട്ടി. മരണപ്പെട്ടു പോയവർക്കോ അതിവിശാലമായ സ്വർഗം കിട്ടി. എന്ത് നഷ്ടമാണ് ബദരീങ്ങൾക്കുണ്ടായത്? അള്ളാഹ്ക്ക് സമർപ്പിച്ചാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമുക്കൊന്നും. എല്ലാവരുടെയും ധാരണ അങ്ങനെയാണ്, ഇതൊക്കെ ഇട്ടേച്ച് ഞാൻ എങ്ങോട്ടായി പോകുന്നത്? ഇതെന്റെ സമ്പത്തല്ലേ, ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ലേ, ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ എവിടേക്ക്? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്. അള്ളാഹ്ക്ക് സമർപ്പിച്ചാൽ, അള്ളാഹ്ക്ക് വിട്ടുകൊടുത്താൽ അവന്റെ ജീവിത വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുന്നു. ബദരീങ്ങൾക്ക് പിന്നെ കിട്ടിയത്, ഇപ്പൊ നമ്മുടെ ഹൃദയത്തിലും ബദരീങ്ങളുടെ സ്ഥാനം എന്താണ്? നമ്മൾ എത്രമാത്രം ആദരിക്കുന്നു, എത്രമാത്രം ബഹുമാനത്തോടെ കൊണ്ടു നടക്കുന്നു. ലോകാവസാനം വരെ ആദരിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് ബദരീങ്ങൾ മാറി. എന്ന് മാത്രമല്ല, അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അലട്ടലില്ലാതെ സുഖകരമായ ഒരു ദുനിയാവിലെ ജീവിതം അള്ളാഹ് അവർക്ക് സമ്മാനിച്ചു. നാളെ പാരത്രിക ലോകത്ത് അതിവിശാലമായ സ്വർഗവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് സമർപ്പിക്കലാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കലാണ് വിജയത്തിന്റെ മാർഗമെന്ന് ബദരീങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഈ ബദരീങ്ങളെ അനുസ്മരിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഐക്യത്തോടെ നിൽക്കണം. നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അത് കർമ്മശാസ്ത്രമാകാം. പക്ഷേ നമ്മൾ മുസ്ലിങ്ങളാണ്. ആ ഒരു ഒരുമയും സ്നേഹവും ഐക്യവും നമ്മുടെ ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ബദരീങ്ങളുടെ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. രണ്ടാമത്തെ മാതൃക ഈ സമർപ്പണമാണ്, അള്ളാഹ്ക്ക് സമർപ്പിക്കലാണ്, ആ ത്യാഗ മനസ്സാണ്. മൂന്നാമതായി പ്രധാനപ്പെട്ട മാതൃക മരണഭയമില്ല. സത്യനിഷേധികൾ ജീവിക്കാൻ കൊതിക്കുന്ന പോലെ നമ്മൾ മരിക്കാനാണ്. കാരണം വിശാലമായ സ്വർഗത്തിലേക്കാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്, നമ്മുടെ സൃഷ്ടാവായ, നിയന്താവായ, പരിപാലകനായ അള്ളാഹുവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉമ്മയിലേക്ക് മക്കൾ ഓടിയെടുക്കുന്ന പോലെ, ഉപ്പയിലേക്ക് മക്കൾ ഓടി വരുന്ന പോലെ രക്ഷിതാവായ അള്ളാഹുവിലേക്ക് സൃഷ്ടികളായ നമ്മൾ ഓടിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണത്തിലേക്ക് ഓടിയെടുക്കാനുള്ള കൊതിയും പ്രാർത്ഥനയും, അതും അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ട നിലയിൽ മരിക്കുവാൻ കൊതിക്കുന്നവരായിരുന്നു ബദരീങ്ങൾ. അതാണ് നമ്മുടെ അനുസ്മരണം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബദരീങ്ങളെ പോലെ ഒരു നല്ല ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെക്കാൻ, മാതൃകയാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.